ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് കമ്മ്യൂണിറ്റി ക്യാമ്പിന് തുടക്കമായി. ശാർക്കര ശ്രീ ശാരദവിലാസം ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനവും നവീകരിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. നോബിൾ ഗ്രൂപ്പ് ഓഫ് സയൻസ് സ്കൂളിന് കീഴിലുള്ള ഈ സംവിധാനം നമ്മുടെ ഈ പ്രദേശത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വൈജ്ഞാനികതയുടെ ഒരു ശിലാകേന്ദ്രമാണ്. ഇവിടെ വിദ്യാഭ്യാസം നേടിയെടുത്തവർ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ ക്രമതലങ്ങളുണ്ട്. ഈ ദേശത്തിൻ്റെ ഒരു ആത്മസൃഷ്ടമായി വിദ്യാഭ്യാസ വൈജ്ഞാനിക ചൈതന്യത്തിൻ്റെ ആധാരഭൂമിയായി ജ്വലിച്ചു നിൽക്കുന്ന ഈ സംവിധാനം നമ്മുടെ അഭിമാനകരമായി പ്രവർത്തിക്കുന്ന പ്രതിഭകൾ സൃഷ്ടിച്ച ചരിത്രം കൈവരിക്കുന്നു. LKG മുതലുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പടവുകൾ. ആ പദവികളെല്ലാം തന്നെ കയറി വിദ്യാഭ്യാസത്തിൻ്റെ സർവോത്കൃഷ്ടമായ കർമ്മതലങ്ങളിലേക്ക് കടന്നുകയറിയ വിദ്യാർത്ഥികൾ അവരുടെ ബൗദ്ധികമായ കഴിവുകൾ, ശാരീരികമായ കഴിവുകൾ, അവർ ഉണങ്ങിക്കിടക്കുന്ന കലാ സാംസ്കാരിക ബോധം ഉൾപ്പെടെയുള്ള അനുവചനീയമായ മാനുഷിക വിദ്യാർത്ഥി ധർമ്മങ്ങൾ എത്രയാണെന്ന് അനുഭവിച്ചറിഞ്ഞ നിങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇവിടെ പൊതുജനങ്ങളും രക്ഷാകർത്താക്കളും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകന്മാരും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിനിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പ്രസക്തിയും ഏറ്റവും നന്നായിട്ട് അറിയുന്നതാണ് കേരളം. ഇന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. അത് നേടിയെടുക്കാൻ കഴിയുന്ന നിസ്സാരപ്പെട്ട കാര്യമല്ല. നിങ്ങൾക്കെല്ലാം അറിയും, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കണക്കെടുത്തുകൊണ്ട് അത് സ്വീകരിച്ചത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് എല്ലാവർക്കും ഉത്കണ്ഠയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ആത്മധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നൽകും, ഒരു സമയം നഷ്ടപ്പെടുകയല്ല. SSLC പരീക്ഷ വന്നപ്പോൾ ഉത്കണ്ഠയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് SSLC പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെയും അതാണ് നല്ലത്. മുഖ്യമന്ത്രി പറഞ്ഞു, SSLC പരീക്ഷ നടത്തിയില്ലെങ്കിൽ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകും, നിങ്ങളൊക്കെ സഹായിച്ചാൽ മതി എന്നത്. കേരളത്തിലെ SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞൊരു പരീക്ഷയാണ് കേരളത്തിലെ SSLC പരീക്ഷ. ഒരു കുഴപ്പമില്ല നടത്തി. ആത്മധൈര്യവും ആത്മവിശ്വാസവും കർമ്മധീരതയുമുള്ള സർക്കാരിൻ്റെ മുന്നിൽ കോവിഡ് വഴിമാറിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ഈ സംസ്ഥാനം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിന് നിങ്ങളെല്ലാം അതിൽ പങ്കാളികളാണ്. ഈ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് സമുച്ചയം അധ്യാപകന്മാർ, രക്ഷാകർത്താക്കൾ, മാനേജ്മെന്റ് എല്ലാ ഘടകങ്ങളും എല്ലാ സ്രോതസ്സുകളെയും സമാഹരിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് കേരളം നടത്തിയിട്ടുള്ള ഇതിഹാസതുല്യമായ സാഹസികമായ ഒരു മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അതാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം ലോകാരാധ്യനായ മഹാത്മാഗാന്ധിജി പറഞ്ഞ ദർശനങ്ങൾ സാക്ഷാത്കരിച്ച സ്ഥാനമാണിത്. പ്രകൃതിയുടെ വരദാനമായ വായു, വെള്ളം, വെളിച്ചം പോലെ എല്ലാവർക്കും തുല്യമായി ലഭിക്കണം വിദ്യാഭ്യാസം. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, സാമ്പത്തിക പരിമിതികളില്ല, എല്ലാം ഒരുപോലെ. അതാണ് ഗാന്ധിയുടെ ദർശനം. അത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുന്നതമായ പദവി ആർജിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാരമറ്റ കാര്യമേ അല്ല. ചിറയൻകീഴ് MLA വി ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം, ജില്ലാ പഞ്ചായത്ത് അംഗം സുഭാഷ് ആർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ്, അരുൺ ഒളിമ്പ്യൻ, നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് മാനേജർ സുഭാഷ് ചന്ദ്രൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷാജി, PTA പ്രസിഡന്റ് G ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പഠന കലാകായിക മികവുകൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്.
ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.